ടാറ്റാ ഒക്കെ പോണേ സിനിത്താത്താനെ കൊണ്ടുവരാൻ പോവുക ഷിപ്പോ ഡ്രൈവർ മാറിയിരുന്നു ഡ്രൈവർക്ക് നാണ അങ്ങനെ ഗൈസ് ദാ പോത്ത് പോത്ത് അക്തിയെ ആരാണത് പോത്ത് പറഞ്ഞ ഇങ്ങോട്ട് ഇങ്ങോട്ടാക്ക് ആരാണ് പോത്ത് എവിടെ പോത്ത് പോത്ത് കുളിക്കാണ്. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അതാണ് രാവിലെ തന്നെ ദോശയും മുട്ടക്കറിയാണ് കേട്ടോ. മോള് വരുന്നുണ്ട് അപ്പം മന്തി വെക്കും വേണം, അവളെ കൊണ്ടുവരാൻ പോകും വേണം. അപ്പം അങ്ങനെ രാവിലെ തന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർക്കുകയാണ്. അത് ആദ്യം തന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്നുണ്ട്, ഉപ്പിട്ട് വളരെ തന്നെ വേഗത്തെ. പിന്നെ ദോശയാണ് കിട്ടുന്നത്, ദോശയാണ് ആട്ടപ്പൊടിയും പരിപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള ദോശയാണ്. പുറത്തല്ല മഴയാണ്, 2 ദിവസമായിട്ട് മഴ തന്നെയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഉണ്ട്, വെള്ളിയാഴ്ചക്കത്തെ വീടുണ്ടത്, വെള്ളിയാഴ്ചക്കത്തെ വീടുണ്ട്. അപ്പോൾ ദോശ അതാ കറി ഇതെവിടെ ആകുന്നുണ്ട്. ദോശ സാറ് നോക്കാം, നല്ല മഴ ഉണ്ടാവും ആട്ടപ്പൊടി ആകുമ്പോൾ. രണ്ടും കൂടി മിക്സ് ആക്കുമ്പോഴേ ആട്ടപ്പൊടിയും ചെലവഴിക്കോളും, മാവും കുഴപ്പമില്ല. അരിപ്പൊടി ഉണ്ടാകുമ്പോൾ അത് മിക്സ് ആകുമ്പോഴേ പെട്ടെന്ന് അടി പിടിക്കുന്ന ചട്ടിയുണ്ട്, അതുകൊണ്ട് ഒന്ന് തെറ്റിയാൽ മതി, അപ്പം അടി പിടിക്കും. ചൂടാറാൻ പറ്റില്ല. അങ്ങനെ എടുക്കാത്ത ചട്ടിയുണ്ട്, പെട്ടെന്ന് അനുഭവിക്കലില്ല. അങ്ങനെ വെച്ചിട്ട് ഗ്യാസ് ഒരടുപ്പ് ഗ്യാസ് കഴിഞ്ഞിട്ട് ഈ അടുപ്പിലാണ് ഫുള്ള് ആവും വേണം. അപ്പോൾ കനം കുറഞ്ഞ ചട്ടി ഇട്ടതാണ്, അതുകൊണ്ട് ഗ്യാസിന് കുറച്ച് ചിലവാക്കി. കട്ടിയുള്ള ചട്ടികളാകുമ്പോൾ കൂടുതൽ ഗ്യാസിന് ചിലവാണ്. അതിന് ഈ ഗ്യാസും കൂടി ഈ അടുപ്പിട്ട് ഗ്യാസും കൂടി ഉണ്ട്. മറ്റേ അടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം വരിക അറിയില്ല. 2 അടുപ്പും കൂടി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് 2 ഒപ്പം കഴിയാണ്. ഇനി എപ്പോഴാണ് കഴിയാനും അറിയില്ല, അപ്പോൾ തന്നെ കിട്ടിയാൽ മതിയാണ്. ഭയങ്കര മഴയുണ്ട് ഇവിടെ, കാടാണ്, ശരി കാടാണ്, കാറ്റ് മഴ. വെള്ളിയാഴ്ച ആകുമ്പോൾ അധികം ഒരു മഴ ഉള്ളു തോന്നിട്ടാ. ഇപ്പം എങ്ങനെ മോളെ കൊണ്ടുവരാൻ പോകുന്നോ, മഴയും ഡിമാൻഡ് മുമ്പായിട്ട് കൊണ്ടുവരണം വിചാരിച്ചു. അപ്പോൾ പിന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കും വേണം. കല്യാണം ഉണ്ട് ഞായറാഴ്ചയൊക്കെ, അപ്പോൾ കല്യാണത്തിന് പോകും വേണം അവളൊക്കെ. അങ്ങനെ പോരാൻ റെഡിയായി ഇരിക്കുന്നുണ്ടാവും, കാത്തി ഇരിക്കുന്നുണ്ടാവും. പെരീക്ക് പോവില്ല വിചാരിച്ചാൽ അങ്ങനെയുള്ള കുട്ടികളില്ലേ, പെരീക്ക് പോകാറില്ല, പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് നമ്മൾ വരണം കാത്തി ഇരിക്കുന്നുണ്ടാവും. വിട്ടായതുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും പോയി വരായിരുന്നു. തിരൂരാണ്, അടുത്തന്നെയാണ്, പക്ഷെ വിട്ടാകുമ്പോൾ വിട്ടുപോകാൻ തോന്നും. കുറേ പോകാനുണ്ട്, വീട്ടിയങ്ങാടിയില്ല. അടുത്താണെങ്കിൽ എപ്പോഴോ അവിടെ എത്തിയിട്ടുണ്ടാവും, എന്നടാടെങ്കിലും പോയി വരും. ബസ്സിലൊക്കെ പോയി പഠിക്കണം ഇനി, പിന്നെ ഒരാളോട് ഇങ്ങനെ പറയണ്ടല്ലോ. ബസ്സിലൊക്കെ പോയി ശീലമായാലും എപ്പോഴും പോയി വരാനല്ല, ആഴ്ചയിൽ 1 ദിവസമെങ്കിലൊക്കെ പോകാം.
ബസ്സിലൊന്നും പോകാറില്ല, അങ്ങനെ ഏതാണെന്നും അറിയില്ല. ഒരു പഠിച്ചിട്ട് വേണം. എന്ത് ബസ് കയറി ഇറങ്ങാനൊക്കെ ഉണ്ടോന്ന്. അതൊക്കെ എല്ലാം ഉടങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി മുളക് ഇട്ടാൽ പിന്നെ മുളകും പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് കാശ്മീരി ഇടണം. അതുപോലെ വേണ്ട ചട്ടി അടി പിടിച്ചതിന് കോഴിമുട്ട 2 കോഴിമുട്ട വെച്ചിട്ട് ഇതാണ് ഏറി ചാടി ഞാൻ ഉണ്ടാക്കൽ. പെട്ടെന്ന് ആവാനും സുഖമാണ്, പുഴുങ്ങാനും നിൽക്കണ്ടല്ലോ. ഇങ്ങനെ ഗ്രേവി ആക്കിയിട്ട് തന്നെയാണ് കൂട്ടൽ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കൂല. ഇങ്ങനെയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നേരെ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടാൻ. ദോശയ്ക്കല്ല, അധികം ഇങ്ങനെ കുറുന്നനായാലും പറ്റൂല. വരട്ടിയ പോലെ ആവണ്ട. കുറച്ചൊരു ജ്യൂസ് കിട്ടാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല രസമാണ് ഈ കറി. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കും. ഇങ്ങനെ അറിയാം. നല്ല ഗ്യാസ് ഓഫ് ചെയ്ത് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മോൾക്കുള്ള ചോറ് വെന്ത് ഊറ്റുകയാണ്. കുറച്ച് തീമിട്ടുള്ളൂ. ഇപ്പം മന്തിയായ കാരണം ചോറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. കൂക്കാത്രം കുറച്ച് ചോറ് തന്നെ ബാക്കിയാവും. കുറച്ച് കൊണ്ടുപോകൽ കുറച്ച് കൊണ്ടുപോകുള്ളൂ. കൂക്കാത്രം കുറച്ച് ചോറ് വെച്ചതാണ്. അങ്ങനെ ദോശ റെഡിയായി. ദോശ ചായ മോള് നീച്ചിട്ട് ക്ലാസ് പോകണം. മോള് നീച്ചിട്ടില്ല. മരുകളൊക്കെ പഠിക്കുകയാണ് സുനിസ്കാരം ചെയ്തിട്ട്. പിന്നെന്താ മുട്ടക്കറി, ദോശ, ചായ. അതാ ഷിബിക്കുന്ന സോയാബീനാണ് കേട്ടോ. സോയാബീൻ പൊരിച്ചാൽ മതിയായിരുന്നു. ഞാനിന്ന് ഫ്രൈ ആക്കലാണ്. ഉള്ളും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കലാണ്. അപ്പോൾ ഒന്ന് സോയാബീൻ പൊരിച്ചാൽ മതിയായിരുന്നു. കൊണ്ട് സോയാബീൻ പൊരിച്ച് ആദ്യം വളത്തിലിടുക. എല്ലാവർക്കും അറിയാം. എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ തന്നെ അല്ല. ഉരുളക്കിഴങ്ങ് പൊരിക്കുക, സോയാബീൻ പൊരിക്കുക, വെണ്ടക്ക ഇതൊക്കെ പൊരിച്ചിട്ട് എങ്ങനെയാണ് ചോറ് കഴിക്കുന്നത്. വരട്ടിയാൽ പിന്നെ എന്തെങ്കിലും ഫ്രൈ ആകുമ്പോൾ കുഴച്ചിക്കാണ്ട് വയ്ക്കുക. അതൊക്കെ പൊരിച്ചിട്ട് എങ്ങനെയാണ് കഴിക്കൽ. വേറെ കൂട്ടാനും കുട്ടിക്ക് പറ്റില്ല കേട്ടോ. ഒരു കൂട്ടാൻ മാത്രം പറ്റും. ഇപ്പം നമ്മൾ ബോക്സ് ചോദിക്കുമ്പോൾ അതിൽ എത്ര കൂട്ടാൻ മാത്രം സ്ഥലം ഉണ്ടെങ്കിലും ഓൾ ഈ ഒരു കൂട്ടാൻ മാത്രം കൊണ്ടുപോകും. ഞാൻ ഓൾ അറിയാതൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കൂട്ട. അച്ചാറോ കോഴിമുട്ട പൊരിച്ചതൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പം അന്ന് തിരക്കാണ് വന്നാൽ മന്തിനെ അങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ചെയ്യാനുണ്ട്. ഒരു കൂട്ടാനും ചോറും വേറെ ഒന്നും പറ്റില്ല. ഇതിൽ ചിക്കൻ മസാല, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ഇതൊക്കെ അങ്ങനെ കുഴച്ചിട്ട് വെക്കുക. കുറച്ച് നേരം അതിൻ്റെ വെള്ളം തന്നെയാണ്. ഇതിനിങ്ങനെ വളർന്ന് ഫ്രൈ ആയി വരണം. പൊരിഞ്ഞ് നെരിഞ്ഞ് വരണം. ഇത് നമുക്ക് പറ്റിയില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാൽ ഇതാണ് ഓക്കുള്ള കൂട്ടാൻ. അതാ സോയാബീൻ ഇതാ പൊരിച്ച് നല്ല നെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നെരിച്ചണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ മതി. അങ്ങനെ കഴിക്കാനും സുഖം ഉണ്ടാവും. കുട്ടികൾക്ക് ഇങ്ങനെ ബലം പിടിച്ച് കാണ്ട് ഇങ്ങനെ കറുമുറായാൽ ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര പണിയാവും. ലാസ്റ്റ് ഇതാ ചപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇട്ടാണത്
അത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായയും കടിയൊക്കെ ആയി. കുടിച്ചിട്ടില്ല കേട്ടോ, നേരൊക്കെ വരട്ടെ എന്നിട്ടാണ് കുടിക്കാൻ. ഇത് മന്തി റൈസാണ് കേട്ടോ, ഗോൾഡൻ കളർ മന്തി റൈസാണ്. 2 മണിക്കൂർ 1 മണിക്കൂർ കുതിർത്തി ഇട്ടാൽ ഞാൻ നീച്ചൊക്കെ അരി വെള്ളത്തിലിട്ടാണ്. ഇത് കഴുകി ഊറ്റി വെക്കണം. ഇത് 1 കിലോത്തിൻ്റെ അരിയാണ്. 1 കിലോ ചിക്കൻ, 1 കിലോ അരി. ഞാൻ കിറ്റാണ് വാങ്ങിക്കുന്നത് കേട്ടോ, അതാകുമ്പോൾ പിന്നെ എല്ലാം തന്നെ ഉണ്ടാവും. എന്നാലും സൺഫ്ലവർ ഓയിലും മാഗി ട്യൂബൊക്കെ എക്സ്ട്രാ വാങ്ങണമല്ലോ. ഞാൻ ഇതിലുള്ള ഒന്നേ ഉണ്ടാവുള്ളൂ, അത് തികയില്ല. ഞാൻ കിറ്റ് വാങ്ങുകയാണെങ്കിലും മാഗി ട്യൂബും സൺഫ്ലവർ ഓയിലും ഞാൻ വേറെ വാങ്ങും. സൺഫ്ലവർ ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. മാഗി ട്യൂബ് മന്തി മസാലയും എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കഴുകിയിട്ട് വെള്ളത്തിലിട്ടുണ്ട് 1 മണിക്കൂർ. ഇനി ഇത് ഊറ്റി വെക്കട്ടെ. അതാ ഷിബില് സാഡിയാണ്. ഒരു സോയാബീൻ പൊരിച്ചതാണ്. പറ്റൂലേ? അച്ചാറ് മാങ്ങച്ചാറ്, മാങ്ങച്ചാറുണ്ടായിട്ടാ. സോയാബീൻ പൊരിച്ചത് എങ്ങനെ മാത്രം കൂട്ടല്? മുളകൊക്കെ എടുത്താൽ മീസ് കുറച്ച് ഷിബിക്കുള്ള ചോറാണിത്. ഫസ്റ്റ് സോയാബീൻ ആക്കിയല്ലേ. ഇതൊക്കെ എടുത്ത് കേട്ടോ, കരിവേപ്പിൻ്റെ ചപ്പൊക്കെ ആദ്യം എടുക്കണ്ട. കുട്ടികൾക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പണിയാവും. അതൊക്കെ മാറ്റണം അത് അല്ലേ? അങ്ങനടി ഇങ്ങനെ എടുത്തിട്ടാണ് നിൽക്കേണ്ടത്. പൈച്ച നേരാണ് കാരണം 12 നേരം രാവിലെ പോണതല്ല. കൈകൊണ്ട് തന്നെ ഇടുന്നത്, കുഴപ്പമൊന്നുമില്ല. മക്കൾക്കല്ല. ഇത് കൂട്ടിക്കണം. അങ്ങനെ ചോറ് കഴിച്ചമ്മടെ കുട്ടി കുറച്ച് അച്ചാറിട്ടരാം, കോഴിമുട്ട വെച്ചരാം. വന്നിട്ട് മന്തി താത്താനെ കൊണ്ടുവരാൻ പോവാളന്ന്. എന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല, ഉമ്മാൻ്റെ പോകാൻ. ഉച്ചയ്ക്കുള്ള ചോറ് ഇവിടെ ആക്കാം. മന്തി ഉണ്ടാക്കണം. ചാടി കഴിക്കാൻ തുടങ്ങാൻ ഇത്ര കുറച്ചല്ല, ഇത് കുറച്ച് തന്നെ ഉള്ളൂ. ഇതിൽ ചോറ്റി പാത്രം വെച്ചാൽ, കൂട്ടാൻ പാത്രം വെച്ചാൽ പിന്നെ ഇവിടെ ഇനി സ്ഥലം ഇവിടെ ഇനി ഷിബിന് ചോറ്റും പാത്രം കഴിഞ്ഞല്ല. ചോറ്റും പാത്രം പ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല, ഒക്കെ പഴയതാ. ബാഗും ചോറ്റും പാത്രം റെഡിയായില്ല. ആക്കാറാട്ടല്ല. യൂണിഫോം കിട്ടിയല്ല ഇട്ടിട്ടിക്കണ. ചുടുവെള്ളം കുടിച്ചാൽ വേണ്ടി ടീച്ചർ തിളപ്പിച്ചാൽ വെള്ളം കുടിക്കണ്ട. ഇനി മഴ പെയ്താലോന്ന് പറഞ്ഞിട്ടില്ല. പച്ചവെള്ളം കുടിക്കാൻ പറഞ്ഞ അങ്ങനെ ഇതാ ചോറ്റി മാത്രം വെള്ളമാണ്. ഇനി വന്നിട്ട് നല്ല മോൾ തിന്നിട്ടാ. അപ്പോൾ അതാ മന്തിൻ്റെ റെസിപ്പി. ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വലിയ ഉള്ളി. എൻ്റെ റെസിപ്പിയാണ് കേട്ടോ, അതാ യൂട്യൂബിലത്തെ റെസിപ്പി അല്ല. വലിയ ഉള്ളി 2 മാഗി ട്യൂബ് 1.5 എടുത്തുക്കണം. ഇനി വേണമെങ്കിൽ പിന്നെ ഇടാം, ഉപ്പില്ലെങ്കിൽ മാഗി ട്യൂബ് 1.5. പിന്നെ ക്യാപ്സിക്കം, കറുപ്പ് നാരങ്ങ ലാസ്റ്റ് ഇടാം. അതിന് പറഞ്ഞത് ഉണങ്ങിയിട്ടായാലും. തക്കാളി ജ്യൂസ് അടിച്ച് 4 തക്കാളി ജ്യൂസ് അടിച്ചത് ഒഴിച്ച് ഫുള്ള് ഒഴിച്ചാൽ. ചെറിയ ജീരകം 2 സ്പൂൺ, ചെറിയ സ്പൂൺ 2 സ്പൂൺ. പിന്നെ പട്ട, ഗ്രാമ്പൂ, അത്
പിന്നെ ഏതാ ഞാൻ ചെറുനാരങ്ങ നീര് ഫുള്ള് ഒഴിച്ച. ഈ കളറ് ഫുള്ള് ഒഴിച്ചണ്ട, കുറച്ച് അടച്ചാൽ മേലെ ഒഴിക്കാനും വേണം. പകുതി ഒഴിച്ചാൽ മതി. ഇനി മസാല, ഗരം മസാല, ഇത് മന്തി മസാല ഒരു 3 സ്പൂട്ടാവും. ചിക്കൻ കൊട്ടിക്കണം. 1 കിലോ ചിക്കനിക്ക് 1 കിലോ അരി. ചിക്കന് ഇനി സൺഫ്ലവർ ഓയിൽ. ഇനി എന്ത് ഇടാണ്ട് നമുക്കവിടെ കറുപ്പ് നാരങ്ങ പറഞ്ഞ് ഒഴിച്ചിട്ട് പറയാം. ഒഴിച്ച് കുറച്ചും കൂടി സ്പീഡിൽ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ തോനെ വാങ്ങണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചും കൂടി ഒഴിച്ചാൽ സ്പീഡ് ഒഴിച്ച് ഞാൻ പറയാം. കുറച്ചും കൂടി ഒഴിച്ചു, ഒന്നുകൂടി മതി. മിക്സാക്കി കുഴക്ക്. ഇങ്ങനെ ഇടാത്തില്ല പറ്റിയില്ല. കുഴക്ക്, നന്നായിട്ട് കുഴക്ക്. ഇനി മഞ്ഞപ്പൊടി ഇടാൻ മറന്നിട്ട്, മഞ്ഞപ്പൊടി മുട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇനി കുഴക്ക്. കളറില്ലേ? എന്താ കളറ്? കുറച്ചും കൂടി കളർ ഒഴിച്ച് വെക്കാം. കുറച്ചും കൂടി കളർ. ഓയിലുണ്ടോ? ഓയിൽ കുറവാണ്. ഇനി നിരത്തി വെക്കും. നമുക്കിനി അടുപ്പത്ത് വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കാനുള്ള ഒക്കെ ഒപ്പാക്കി വെക്കും. 10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമുക്ക് ചായ എടുക്കാൻ സമയം കൊണ്ട്. നാരങ്ങ, കറുപ്പ് നാരങ്ങ അത് കിട്ടാൻ മതി. ഇത് ഇനി മൂടിച്ചാൽ ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ചായ അടിച്ച് വരാം. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാണ് കേട്ടോ. അതാ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച്. പിന്നെ അതാ കരിവേപ്പിൻ്റെ ഇല, അത് ചപ്പ് പിന്നിട്ടതാണ് കേട്ടോ. മറന്നതേ കേട്ടാണ്. കുരുമുളക് വേണം നിങ്ങൾക്ക് ഇട്ടാൽ. ഞാൻ കുരുമുളക് പൊടി ഇടലില്ല, എരി ഉണ്ടാവിച്ചിട്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ ചപ്പ് ഇട്ടിട്ട് വന്നിട്ടാണ്. കുരുമുളകും ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ പുഴുങ്ങിയെടുക്കണം. മറിച്ചും തിരിച്ചൊക്കെ ഇടണം കേട്ടോ. ഇനി പുഴുങ്ങിയെടുക്കുകയാണ്. ഇതവിടെ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എന്താ 1 കിലോ അരിക്കുള്ള അരി 3/4 കല വെള്ളം കിട്ടും. അരി ഇതാ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്തിന് ശേഷം 1 മണിക്കൂർ കുതിർത്തിന് ശേഷം കഴുകി ഊറ്റി വെച്ചതാണ്. വെള്ളം കാഞ്ഞ് വരുന്നുണ്ട്. ഇതാ കുരുമുളക്, പട്ട, ഗ്രാമ്പ്, കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ്. മയോണൈസ് ഉണ്ടാക്കാനുണ്ട്. ഞാൻ പുഴുങ്ങിയിട്ടാണ് മയോണൈസ് ഉണ്ടാക്കാറ്. 2 കോഴിമുട്ട പുഴുങ്ങിയിട്ട് മയോണൈസ് ഉണ്ടാക്കാനുള്ളതാണ്. പിന്നെ ഇതാ അടുപ്പത്ത് ചിക്കൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ മറിച്ചിട്ട് വെക്കുക. പിന്നെ ഒരുവിധം വേവായിട്ട് പിന്നെ നമുക്ക് പൊരിച്ചെടുക്കണം. അതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുക എന്നല്ല, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് മേലെ അരി ഇട്ടിച്ചൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ മറിച്ചിട്ട്
അത് അരിയൊക്കെ നല്ല തിളച്ച് വന്ന് വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഇട്ടു. അത് തീയൊന്ന് കുറക്കട്ടെ. തീ പിന്നെ അരിയൊക്കെ ഇട്ട് ഇന്നതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം, ഒട്ടാതിരിക്കാൻ, അരി ഒട്ടാതിരിക്കാൻ. പിന്നെ മൂടിയൊക്കെ തീ കൂട്ടുക. 15 കിലോ ഇങ്ങനെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ മയോണൈസ് ഉണ്ടാക്കാൻ പോകണം. 2 കോഴിമുട്ട പുഴുങ്ങിയത്, കുഞ്ചൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ, പിന്നെ വെളുത്തുള്ളി, ഇതാ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറുനാരങ്ങ നീര്. ഇത് അടിച്ചെടുത്ത് വരാം. കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ വെച്ചു. മയോണൈസ് ഇതാ അടിച്ച് റെഡി ആയിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ കുറേശ്ശെ അടിച്ചെടുത്തിക്കണം. അങ്ങനെ കണ്ട് ക്രീമി ആക്കി എടുക്കണം കേട്ടോ. നല്ല ക്രീമി ആയിട്ടുണ്ട്. മയോണൈസ് ഇപ്പോൾ ഇതാ ചിക്കൻ ഇത് ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കുക. പിന്നെ ഇതാ തക്കാളി ചട്ടിനി, 3 തക്കാളി, 2 പച്ചമുളക്, പിന്നെ ചപ്പ്, പിന്നെ ഇതാ ഉപ്പ്, പിന്നെ സുർക്ക, കുറച്ച് സുർക്ക, എന്നിട്ട് അടിച്ചെടുക്കുക. ഇപ്പം അതാ ചട്ടിനി റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. കഥ മറിച്ചിട്ടില്ല കേട്ടോ. ചൂട് പൊരിച്ചെടുക്കും. അപ്പോൾ അതാ നമ്മൾ മസാല ഇതാ നമുക്ക് ദമ്മിടണം. നല്ല മഴയുണ്ട് പുറത്ത്. മഴ മഴയാണ്. ഇപ്പം എങ്ങനെ പോകാമെന്നാണ് ആലോചിച്ചത്. പെരുമഴയാണ്. പോകാൻ സമയമായി തുടങ്ങി. 11 മണി തുടങ്ങി കേട്ടോ. ഒരു കിലോ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ പണികളൊന്നുമില്ല. തിരുമ്പുക, കുടിക്കുക. ചൂടുകൊണ്ട് ക്യാമറയ്ക്ക് ഇത് വരുന്നുണ്ട്, ക്ലിയർ ആവണില്ല. ഇത് കളറ് മഞ്ഞ കളറ്, ചുവപ്പ്, ചപ്പ് എനിക്ക് എപ്പോഴും വേണം കേട്ടോ. അപ്പം എൻ്റെ മെയിന്. നെയ്യും കാര്യമൊന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ മതി. എൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒട്ടുമൊന്നുമില്ല. നമ്മൾ സൺഫ്ലവർ ഓയിൽ ചോറി മട്ടൻ പറഞ്ഞുകൊണ്ട് ഒട്ടിന് പേടിയൊന്നുമില്ല. പിന്നെ അത് ഫുള്ള് ആ കളറിതാ. പിന്നെ അതേപോലെ തന്നെ പിന്നെ അങ്ങനെ ലെയറാക്കിയിട്ട് അങ്ങനെ കൊടുക്കട്ടെ. ചപ്പ് അങ്ങനെ മന്തിക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എന്താ ഇടാൻ ഞാൻ അങ്ങനെ കൊടുക്കാം. പിന്നെ ചിക്കന്
കുഴിമന്തിക്ക് നടുവിൽ കുയ്യാക്കിയിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചാൽ മതി. കണലും കൂട്ടിയിട്ട് ഇവിടെ ഞാൻ പറ്റലില്ല, അപ്പോൾ ഞാൻ വെച്ചിട്ടില്ല. പച്ചമുളക് നെട്ടിയൊന്നും കേട്ടോ. ഞാൻ പച്ചമുളക് പെട്ടെന്ന് കേടാകാതിരിക്കാൻ നെട്ടി ഒഴിവാക്കിയിട്ടാണ് എടുത്തൊക്കെ കേട്ടോ. അങ്ങനെ നെട്ടി ഒഴിവാക്കിയാൽ പച്ചമുളക് കേടില്ല. അപ്പം അങ്ങനെ ചെയ്താൽ മതി. കുറേ കാലം നിൽക്കും അതിങ്ങനെ, കുറേ കാലമല്ല, ഒരു മാസമൊക്കെ നിൽക്കും കേട്ടോ. അങ്ങനെ കുറേ കൊടുന്ന് നോക്കുമ്പോൾ പച്ചമുളകിന് നെട്ടി ഒഴിവാക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ മന്തി റെഡിയായി. ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാറ്റിയാൽ പോവുക, മോളെ കൊണ്ടുവരാൻ പോവുകയാണ്. ഉമ്മാനെ കാണാനില്ല. പോത്ത് കുളിച്ച് നീച്ചു പോയ അതൊരാൾ കുളിക്കണതടി. പോത്ത് കുളിക്കണതാ. ആർക്ക് വളമ്പുടി കുറച്ചതി മതി മതി. ഷിപ്പിനെ കാണാനില്ല. ഞങ്ങളെ പോത്ത് കുളിക്കണം, ഞങ്ങൾ കാണില്ല. ഞങ്ങൾക്ക് കുറേ കല്ലരുകാട് കാണും. അയമോളെ എൻ്റെ ഒപ്പം തിന്നണേ മിനിയേനി ഇന്നുണ്ടാ സിനി ഇരുന്ന എൻ്റെ മന്തി അവിടെ വെറുതായി. ഞാൻ എൻ്റെ മോക്ക് മന്തി ഇഷ്ടമല്ലേ, അല്ലെ ഷിപ്പുന് മന്തി ഇഷ്ടമല്ല. മന്തി ആയിക്കോട്ടെ, എൻ്റെ കുട്ടി വരികയല്ലേ. ആൻറ്റി ചോറ് നോട്ടെ, ആൻറ്റി ചോറ് പറ്റില്ല. അങ്ങനെ ഗൈസ് ദാ പോത്ത് കുട്ടിയെ ആരാണത്? പോത്ത് പറഞ്ഞ ഇങ്ങോട്ടേക്ക് ആരാണ്? പോത്ത് എവിടെ? പോത്ത് കുളിക്കാണ്. ചോറ് ഇതാ ഞങ്ങൾ മോളോട് നെയ്ച്ചോറും ചിക്കൻ ബിരിയാണിയൊക്കെ വേവിച്ച കാരണം ചോറ് ഉപ്പാ കൊടുത്തയച്ച മന്തി. പിന്നെ മോള് സ്കൂളിൽ തന്നപ്പോൾ ഇനി മോക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. ചിക്കൻ പൊരിച്ചത്, തക്കാളി സോസ് ഉണ്ട്, തക്കാളി ചട്ടിനി. സിനുവിന് പറ്റിയ തക്കാളി ചട്ടിനി അവളെ ഫേവറേറ്റ് ഇല്ല. മയോണൈസ് നല്ല അടിപൊളി കുറുന്നനെ.
ഷിഫുവിൻ്റെ തൈര് ഒക്കെ മന്തിക്ക് തൈരൊക്കെ വേണമല്ലോ. ഞങ്ങൾ നടാടെ കേക്ക് തൈര് എന്നാ തൈര്. ഇപ്പോൾ ചോറ് കഴിച്ചാൽ കുളിക്കുക ചെല്ലി ചോറിനാ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.